കാലം കൗതുകങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും കൂടിയാണ്. എന്നാൽ തൃശൂർ ജില്ലയിലെ അന്നമ്മനട ഗവൺമെന്റ് യു പി സ്കൂളിലെ പോളിംഗ് ഉദ്യോഗസ്ഥർ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതിസന്ധിയിലാണ്. ഒരു വലിയ സിമന്റ് ആനയും അതിന് തൊട്ടടുത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു ചക്കയും. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാമെങ്കിലും ബാലറ്റ് പേപ്പറിലെ രണ്ട് പ്രധാന ചിഹ്നങ്ങളായി ഇവ മാറിയതോടെയാണ് കഥ മാറുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് പോളിംഗ് ബൂത്തിന്റെ 100 മീറ്റർ പരിധിയിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള യാതൊരു ചിഹ്നങ്ങളോ പരസ്യങ്ങളോ പാടില്ല. ഇവിടെയാണ് അന്നമ്മനട സ്കൂളിലെ ആ സുന്ദരൻ ശില്പം വില്ലനായത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും മറ്റുമായി ആന, ചക്ക എന്നീ ചിഹ്നങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ശില്പങ്ങൾ ഇരിക്കുന്നത് സ്കൂളിന്റെ പ്രവേശന കവാടത്തിലാണ്. അതായത് വോട്ടർമാർ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ ചിഹ്നങ്ങളെയാണ്. കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുന്നതിനും പരിസരം മനോഹരമാക്കുന്നതിനുമായാണ് അന്നമ്മനട യു പി സ്കൂളിന്റെ പ്രധാന കവാടത്തിൽ ഈ കലാരൂപം നിർമ്മിച്ചത്. രണ്ടു കാലിൽ നിവർന്നു നിന്ന് തുമ്പിക്കൈ നീട്ടി ഒരു ചക്ക പറിക്കാൻ ശ്രമിക്കുന്ന ആനയുടെ രൂപമാണിത്. സ്കൂളിലെ ക്രിയേറ്റീവ് കോർണറിന്റെ ഭാഗമായി സിമന്റിൽ തീർത്ത ഈ രൂപം പെയിന്റ് ചെയ്ത് ഭംഗിയായി വെച്ചിരിക്കുകയായിരുന്നു. ചെറിയൊരു ചാക്കോ തുണി ഉപയോഗിച്ച് ശില്പത്തിലെ ചക്കയെ മറയ്ക്കാൻ എളുപ്പമാണ്. എന്നാൽ ഏകദേശം ഒരു ആനയുടെ അത്ര തന്നെ വലുപ്പമുള്ള ആ വലിയ സിമന്റ് ശില്പത്തെ എങ്ങനെ മറയ്ക്കും എന്നതാണ് ഉദ്യോഗസ്ഥരെ കുഴപ്പിക്കുന്നത്. മറച്ചില്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികൾ പരാതിയുമായി വരും. ആന ചിഹ്നത്തിൽ മത്സരിക്കുന്നയാൾക്ക് ഇത് അനുകൂലമായ പരസ്യമാണ് എന്ന വാദം വന്നാൽ മറുപടി പറയാൻ അധികൃതർ പാടുപെടും. പോളിംഗ് സാമഗ്രികളുമായി സ്കൂളിലെത്തിയ ഉദ്യോഗസ്ഥർ ആദ്യം ചെയ്തത് ഈ ശില്പത്തെ എങ്ങനെയെങ്കിലും മറയ്ക്കാനുള്ള വഴികളാണ്. വലിയ പ്ലാസ്റ്റിക് ഷീറ്റുകളോ തുണി ഉപയോഗിച്ച് ആനയെ മുഴുവനായി പൊതിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ. ചക്കയെ എങ്ങനെയെങ്കിലും ഒരു സഞ്ചിയിലിട്ട് മൂടാം. പക്ഷേ ഈ ആനയെ പൊതിയാൻ ഏക്കർ കണക്കിന് തുണി വേണ്ടി വരുമല്ലോ. ഡ്യൂട്ടിക്കെത്തിയ ഒരു പോളിംഗ് ഓഫീസർ തമാശ രൂപേണ പറഞ്ഞു. സാധാരണ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ ചിഹ്നങ്ങളാണ് പ്രശ്നമാകാറുള്ളത്. എന്നാൽ ഇവിടെ സ്കൂളിലുള്ളത് രണ്ട് ചിഹ്നങ്ങളാണ്. ആന ഒരു ദേശീയ പാർട്ടിയുടെയും ചക്ക സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും ചിഹ്നമായി വരാം. നാട്ടുകാർക്കും വോട്ടർമാർക്കും ഇതൊരു കൗതുക കാഴ്ചയാണ്. കാലങ്ങളായി സ്കൂൾ മുറ്റത്തുള്ള ഈ ശില്പം കണ്ട് ശീലിച്ച തങ്ങൾക്ക് ഇത് വോട്ടിങ്ങിനെ ബാധിക്കില്ലെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. എങ്കിലും നിയമത്തിന്റെ വഴിയെ പോകണമല്ലോ. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ 3 ബൂത്തുകളാണ് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ആയിരക്കണക്കിന് വോട്ടർമാർ കടന്നുപോകുന്ന ഈ കവാടത്തിൽ ആനയും ചക്കയും ഒളിപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വിഭാഗം. ഉദ്യോഗസ്ഥർ ആനയെ പൊതിയാൻ പ്ലാസ്റ്റിക് ഷീറ്റുമായി എത്തിയത് നാട്ടുകാർക്കിടയിൽ വലിയ ചിരിക്ക് വക നൽകിയിട്ടുണ്ട്. ആന ചക്ക തിന്നുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ആനയും ചക്കയും കൂടി ഉദ്യോഗസ്ഥരെ തിന്നുന്നത് ഇപ്പോഴാണ് കാണുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില കമന്റുകൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകാല ഉത്തരവുകൾ പ്രകാരം പൊതുമുതൽ ഉപയോഗിച്ച് നിർമ്മിച്ച പ്രതിമകൾ ചിഹ്നങ്ങളുമായി സാമ്യമുള്ളതാണെങ്കിൽ നിർബന്ധമായും മറച്ചിരിക്കണം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. 2012 ഉത്തർപ്രദേശിൽ BSPയുടെ ചിഹ്നമായ ആനയുടെ ഒട്ടേറെ പ്രതിമകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പ്രകാരം മറച്ചിരുന്നു. അന്നമ്മനടയിലും ഇപ്പോൾ നടപ്പിലാകുന്നത് അത്തരമൊരു കർശന നിയമമാണ്. ഏതായാലും നിലവിൽ പോളിംഗ് അവസാനിക്കുന്നതുവരെ ആനയെയും ചക്കയെയും പൂർണ്ണമായും പർദ്ദയ്ക്കുള്ളിലാക്കി വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ.